രണ്ട് ഗോളങ്ങളുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം 27:64 ആയാൽ അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ത്? അപ്പോൾ ഗോളങ്ങളുടെ വ്യാപ്തം കാണാൻ ഉള്ള സമവാക്യം നമുക്ക് ആദ്യം നോക്കാം. അതായത് V1 എന്നുള്ളത് ഒന്നാമത്തെ ഗോളത്തിൻ്റെ വ്യാപ്തം, V2 രണ്ടാമത്തെ ഗോളത്തിൻ്റെ വ്യാപ്തം. ഗോളത്തിൻ്റെ വ്യാപ്തം കാണാനുള്ള സമവാക്യം 4/3 πr³ ആണ്. അങ്ങനെയാണെങ്കിൽ V1ൻ്റെ 4/3 πr³ 1:2, രണ്ടാമത്തതിൻ്റെ 4/3 πr³ 2, രണ്ടാമത്തേതിൻ്റെ അർത്ഥത്തിൽ. അപ്പോൾ എങ്ങനെ വരും? 4/3 πr³ ഈസ് 1:4/3 πr³ 2 എന്ന് വരും. അതായത് 4/3 πr³ പകരം 27 ആണ് ഒന്നാമത്തേതിൻ്റെ വ്യാപ്തം, ഈസ് 4/3 πr³ പകരം 64 ആണ് രണ്ടാമത്തേതിൻ്റെ വ്യാപ്തം. അപ്പോൾ ഇത് രണ്ടും വെട്ടി ഈ 4/3 പയ്യും ഈ 4/3 പയ്യും വെട്ടിയാൽ ബാക്കി എന്തുണ്ട്? r³ 1 ഈസ് r³ 2 ആണുള്ളത്. അതായത് 27:64. അപ്പോൾ r³ 1 സമം 27. അപ്പോൾ r സമം എന്തായിരിക്കും? r സമം √27 ആണ് കാണേണ്ടത്. √27 എത്രയായിരിക്കും? 27നെ ഘടകക്രിയ ചെയ്ത് നോക്കാം. 27നെ ഘടകക്രിയ ചെയ്യുമ്പോൾ 3 കൊണ്ട് 9 3 27, 3 3 9. അപ്പോൾ എത്ര കിട്ടി? r³ സമം 3³ എന്ന് കിട്ടി. r³ 1 ആണ്, 3³. അപ്പോൾ r1 സമം 3. അതായത് ഒന്നാമത്തേതിൻ്റെ ആരം സമം 3 സെൻറ്റിമീറ്റർ. ഇനി r³ 2 സമം എത്രയാണ്? 64 ആണ്, 64. അപ്പോൾ r³ സമം എന്താവും? r സമം √64. അപ്പോൾ 64നെയും ഘടകക്രിയ ചെയ്ത് നോക്കാം. 64നെ ഘടകക്രിയ ചെയ്യുമ്പോൾ 2 കൊണ്ട് 64നെ ഇവിടെ ചെയ്യാം. 64നെ ഘടകക്രിയ ചെയ്യുക. 2 കൊണ്ട് 3 2 6, ഈ 2 4, 2 1 2 2, 6 2 12, 2 8 2 16, 2 4 2 8, 2 2, ഈ 2 4. അപ്പോൾ ക്യൂബ് റൂട്ട് ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് 3 സംഖ്യകളുടെ ജോഡിയാക്കാം, ഗ്രൂപ്പാക്കാം. അപ്പോൾ എങ്ങനെ വരും? r സമം √64 സമം എത്ര വന്നു? 2³ ഇൻറ്റു 2³ എന്ന് വന്നു. അപ്പോൾ r³ സമം 2³ ഇൻറ്റു 2³ ആണെങ്കിൽ r സമം എന്തായിരിക്കും? 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 സമം 4. അപ്പോൾ രണ്ടാമത്തെ ഗോളത്തിൻ്റെ ആരം 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക്. ഒന്നാമത്തെ ഗോളത്തിൻ്റെ ആരം, ഒന്നാമത്തെ ഗോളത്തിൻ്റെ ആരം, ഗോളത്തിൻ്റെ ആരം സമം 3 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ ഗോളത്തിൻ്റെ ആരം സമം 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളോട് അവയുടെ അംശബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അംശബന്ധം, ഇവയുടെ അംശബന്ധം സമം 3:4.